الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. അപ്പം ഇമാം ഖസാലി ഹുജ്ജത്തുൽ ഇസ്ലാം റളിയല്ലാഹു അൻഹു 488 വരെ, അപ്പം 38 വയസ്സ് വരെ ഈ ദർസുമായി ലോകപ്രസിദ്ധനായി മാറിയെന്ന് പറഞ്ഞത്. അതിൽ നിന്നൊരു മാറ്റം വരികയാണ്. മനസ്സിലാക്കാം. അതുവരെയുള്ള ഒരു പുതിയ വഴിത്തിരിവ്. എന്താണ്? ഇതെല്ലാം നടത്തിയത് റിയാഇന് വേണ്ടിയോ ഒന്ന് പരലോകത്തേക്കൊന്നും ഇല്ലാണ്ട് പോയോ, സുഹൃത്തോണ്ട് അവസാനിച്ചു പോയോ എന്ന് മൂപ്പത മാനസികമായി കുരുക്കി അതുകൊണ്ട് പെട്ടെന്ന് രാജിവെച്ച് പോയെന്ന്. അപ്പോൾ ചിലത് പറഞ്ഞ പോലെ ആരോ ജപിച്ചയച്ചതാന്ന് ഇന്ന് പറയുമ്പോൾ തന്നെ കണക്കൂട്ടിയെ കിട്ടല്ല, ജപിച്ചയക്കലല്ല. ജപിച്ചയച്ചൊന്നുമല്ല, മൂപ്പർക്കുണ്ടായതേതാന്ന്. ഇതെല്ലാം ദിയാവും സുന്നത്തായിട്ട് കഴിഞ്ഞു പോയോ, പരലോകത്തിലേക്ക് ഒന്നും ഇല്ലേന്ന് ഒരു ധാരണ കൽബിലങ്ങ് തോന്നി. ശുഹറത്തിൽ നിന്ന് ഉജ്ലത്തിലേക്കുള്ള ഒരു വഴിമാറ്റം. 24-ാം പേജ്. ബൈനമാ കാനൽ ഇമാമുൽ ഖസാലി റളിയല്ലാഹു അൻഹു ഫീ ഔജി ശുഹറത്തി, ശുഹറത്തിന്റെ ഏറ്റവും ഉന്നതമായ പദവി ഔജ് എന്ന് പറയും. ആകാശത്തിന്റെ ടോപ്പ് മോസ്റ്റ് എന്ന് പറയും ഔജ്. അതിന്റെ ഏറ്റവും താണയിലെ ഹദീദ് എന്നും പറയും. അതുപോലെ വൽ മദ്ഹറിൽ അദീമി വദുഊയു സീതി, സീതുണ്ടല്ലോ, പ്രശസ്തി നാടൊട്ടാകെ ലോകത്തിന്റെ നാനാഭാഗത്തും പരന്നിരിക്കുന്ന ആ മദ്ഹറിൽ നിന്ന് ഇദാ ബിൽ ഹാലി യുതഹമ്മലു ഫുജഅതൻ, പെട്ടെന്നതാ മൂപ്പറ ഹാലൊരു മാറ്റം. വഫി മുൻതസഫി ആമി 488 ഹിജ്രി, 38 വയസ്സാണ്. حصل ذلك تحول المفاجئ في حياة الإمام الغزالي رضي الله عنه. ആ ഹയാത്തിൽ അപ്രതീക്ഷിതമായ ഒരു വഴിമാറ്റമുണ്ടായി എന്നാണ്. വൻകലബൽ അംറു ഇലാ ഹാലിൻ ആഖർ, ഇപ്പം നടന്നു വരുന്ന ഹാലിൽ നിന്ന് മറ്റൊരു ഹാലിലേക്ക് മറയുകയാണ്. എന്താ? ഫഖദ് ഇഖ്താറൽ ഇമാമുൽ ഖസാലി അൽ ഉസ്ല, ഉസ്ലത്തിനെ തെരഞ്ഞെടുത്തു. അതാരും ജപിച്ചയച്ചിട്ട് കോളേജ് പഠിക്കാൻ വേണ്ടിയിട്ടൊന്നുള്ളൊന്നല്ല, പിന്നെന്നല്ല പറയില്ലേ, അല്ല കഞ്ഞിമൂലൊക്കെ ദൂരെ കൊണ്ടുമല്ല. എല്ലാത്തിനും ഉത്തരവാദിത്തം എൻ്റെ കൊണ്ടാണ്. തറക്ക തദ്രീസ ഫിൽ മദ്രസത്തിൻ നിലാമിയ, നിലാമിയ മദ്രസയിലെ തദ്രീസ് ഒഴിവാക്കി. കണ്ടാ? വസലക തരീഖ സുഹദി വൽ ഇൻഖിതാഇ അൻ മുഖാലത്തത്തിൻ നാസ്, ജനങ്ങളുടെ കൂടിപ്പരങ്ങലും അതെല്ലാം മുറിച്ചു മാറ്റിയിട്ട് സുഹുദിന്റെ തരീഖിലേക്ക് മൂപ്പർ സുലൂക്ക് ചെയ്യുകയാണ്. ഫകാന യബ്ദു അലൈഹി അന്നഹു മരീളുൻ അലീലുൻ ബിഇല്ലത്തിൻ മജ്ഹൂലത്തിൻ, ആർക്കും പിടുത്തം കിട്ടാത്ത ഒരു രോഗം കൊണ്ട് രോഗം ബാധിച്ചതായിട്ട് ഇങ്ങനെ തോന്നും. എന്താണ്? കൂടുതൽ സംസാരില്ല. എന്താ? കഥയൊറ്റക്കില മന്ത്രിക്കുഹു, സംസാരം കുടുങ്ങി. വലാഫത്തെ ശയ്യത്തു, ആഹാരത്തിനോടും വെള്ളത്തിനോടുള്ള താല്പര്യം എല്ലാം കൂടെ ദൈഫായി. പല ആഴ്ചത്തിലൊക്കെ തിന്നാൻ കഴിയൂല. പയൈസ അത്തിബാഹു മിൻ ശിഫാഹി, അത് രോഗം മാറല്ല തൊട്ട് അത്തിബാഹ് നിരാശപ്പെട്ടു പോയി. എന്താണ്? മാനസികമായി ചിന്ത വന്നു. ബാസ്റ്റിന്റെ മിക്കവാറും തീർന്നു. ഇതൊന്നും ഒന്നാക്ക് വേണ്ടി ആയിട്ടില്ല എന്നൊരൊറ്റ തോന്നലാന്ന് തോന്നിപ്പോയി. കാരണം സുഹൃത്തുണ്ടല്ലേ, സുഹൃത്തും വെച്ചുകൊണ്ട് റിയാനെ കൊണ്ട് രക്ഷപ്പെടുത്തൽ വളരെ പ്രയാസമാണല്ലോ. വഫി അവാഖിരി സനത്തി 458 ഖാറദ മിൻ ബഗ്ദാദ്, ബഗ്ദാദിൽ നിന്ന് സ്ഥലം വിട്ടു. മൂദിഹിറൽ അസ്മ അല സഫരി ഇലാ മക്കത്തിൽ മുകറമ ലിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് പുറപ്പെടുന്നു എന്നതാണ് ലാഹിറിൽ കാണിച്ചത്. അല്ലെങ്കിൽ എന്താക്കും? പോകാൻ വിടൂല. വഹുവ യുസിറു ഫീ നഫ്സിഹി സഫറയിലെ ഷാമിലേക്ക് പോകാനാണ് രഹസ്യമായ ഉദ്ദേശം, അല്ലെങ്കിൽ ജനങ്ങൾ വിടൂല. വഹാഹുവ ഇമാമുൽ ഖസാലി റളിയല്ലാഹു അൻഹു യതഹദ്ദസു അൻ നഫ്സി, മൂപ്പർ സ്വന്തം തന്നെ സംസാരിക്കട്ടെ മൂപ്പർ അവസ്ഥ എന്താണെന്ന്. വയഖൂലു ഫലമ്മ സൽ അതറദ്ദു ബൈന തജാറുബി ശഹവാത്തി ദുനിയ വ ദവാഇൽ ആഖിറ. കണ്ടാ? ദുനിയാവിന്റെ ശഹവാത്ത് ഒരു ഭാഗത്ത്, ആഖിറത്തിലേക്കുള്ള ദവായി ഒരു ഭാഗത്ത്. എന്നെ പൊടിയും വലിയും കൂടുകയാണ്. ദുനിയാവ് പറയുന്നത് ഇങ്ങോട്ട് വാ, അപ്പം എന്താക്കണം? ബഗ്ദാദിൽ തന്നെ നിന്നിട്ട് ഇപ്പോൾ ഉള്ള പണി തുടരണം. ആഖിറം പറയുന്നത് ഇങ്ങോട്ട് വാ, അപ്പം ഇതെല്ലാം ഒഴിവാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയിലാണ്.
എത്ര കരീമീൻ സിത്തത്തി അഷ്ഹുർ, ഏതാണ്ട് 6 മാസം. നേരത്തെ പറഞ്ഞില്ലേ മുൻതസഫ് 488 പകുതിയിലാണ് തുടക്കുന്നത്. അപ്പൊ റമദാൻ വരെ എത്തിയാൽ ഹജ്ജിന്റെ സീസത്തിൽ ഒരു 5-6 മാസം ഉണ്ടല്ലോ. അപ്പൊ ഒരു പിടിവലി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ എന്നും അവസാനിപ്പിക്കാത്ത കാലത്തോളം നടക്കൂലല്ലോ. അവലുഹ റജബ്, തുടക്കപ്പെടാന്ന് റജബ് സനത്തെ സമാനിന് 488 കൊല്ലം. അതാണ് മുൻതസഫ് എന്ന് പറഞ്ഞത്. മുഹറം, സഫർ, റബീഉൽ അവ്വൽ, ജുമാദുൽ 6 മാസം കഴിഞ്ഞ് 7-ാം മാസം. വഫീ ഹാദ അശ്ശഹരി, ഇതേ മാസത്തിൽ ജാവസൽ അംറു ഹദ്ദൽ ഇഖ്തിയാർ ഇലൽ ഇൽത്തിറാർ, എൻ്റെ ഇഖ്തിയാറിൻ്റെ ഹദ്ദിൽ നിന്ന് പുറത്തു പോയി ഇനി ഇൽത്തിറാറിലേക്ക് എത്തിപ്പോയി. എനിക്ക് നിയന്ത്രണ വിധേയമല്ലാത്ത ചുറ്റുപാട് വന്നു. ഇത് അഖഫലല്ലാഹു ലാ ലിസാനി, എൻ്റെ നാവിന് അല്ലാഹു തആല പൂട്ടിട്ട് ഇനി ആരോട് ചോദിച്ചാൽ ഒന്നും മുണ്ടണ്ട, ഒന്നും വർത്തമാനം വരണ്ടെന്ന്. ഹത്തൊഴുത്തുക്കനാണ് ഈ തദ്രീസിനെ തൊട്ടിട്ട് അത് കൊടുങ്ങി. അത് പൊട്ടനായി എന്നല്ല അതിൻ്റെ വായന. ഫകുന്തു ഉജാഹിദു നഫ്സി അൻ ഉദല്ലിസ യൗമൻ വാഹിദൻ, ഒരു ദിവസമെങ്കിലും ദർസ് നടത്താൻ വേണ്ടിയിട്ട് ഞാൻ വല്ലാണ്ട് പാടുപെടുന്നു. എന്തിനാ ദർസ്? തത്തീബിന്റെ ഖുലൂബിന്നാസില്ലദീന യതറദ്ദദൂന ഇലയ്യ, എന്നിലേക്ക് കിതാബുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആണ്ടല്ലോ, ഓറൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു ദിവസം ദർസ് നടത്താം. പക്ഷെ ഒരു കലിമത്ത് കൊണ്ട് പോലെ നാബ് മുണ്ടുന്നില്ല. വല അസ്തത്തിഹ, അൽബത്ത അതിന് സാധ്യമല്ല. ഹത്താ ഊരിസത്ത് ഉഖലത്തുൽ ലിസാനി ഹാദിഹി ഹവസനം ഫിൽ ഖൽബി, ഇത് കൽബിൽ വല്ലാത്ത ദുഃഖത്തിനിടവരുത്തി. വഖതഅൻ നതിബാഉ തമഅ ഫി ഇലാജി, എനിക്ക് ചികിത്സിക്കുന്ന വിഷയം ഡോക്ടർമാർ നിരാശ പ്രകടിപ്പിക്കുകയാണ്. സുമ്മലമ്മാ അഹസസ്തു ബിഅജ്സി, എനിക്ക് കഴിവില്ല എന്ന് എനിക്ക് തന്നെ സ്വയം ബോധ്യപ്പെട്ട്, വസഖത ബിൽ കുല്ലിയത്തി ഇഖ്തിയാരി, എൻ്റെ ഇഖ്തിയാർ പൂർണ്ണമായി ഒഴിവായി. ഇൽതജഅതു ഇലല്ലാഹി സുബ്ഹാനഹു വ തആലയിലേക്ക് ഞാൻ എന്താക്കി? താണുകയാണ്, അപേക്ഷിക്കലേക്ക് പോയി. ഇൽതിജാ അൽ മുൽതദ് അല്ലദീ ലാ ഹീലത ലഹു, ഒരു തരത്തിലുള്ള ഹീലത്തും ഇല്ലാത്ത മുൽതദ് എങ്ങനെയാണോ ഇൽതിജാ ആക്കുന്നത് എന്നതുപോലെ. ഫഅജാബനി അല്ലദീ യുജീബുൽ മുൽതദ് ഇദാ ദഅാഹു, റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് ഉത്തരം നൽകി. അവൻ മുൽതദിന് ഉത്തരം നൽകുമെന്നല്ലേ പറഞ്ഞത്. വസഹല അലാ ഖൽബിൽ ഇഅറാള അനിൽ ജാഹി വൽ മാലി വൽ ഔലാദി വൽ അസ്ഹാബ്, മുതല് ആല് എന്താണ് അസ്ഹാബിമാർ, ഇവരെല്ലാം ജാഹിനെ തൊട്ട് ഒഴിവാകാൻ വേണ്ടി എൻ്റെ കൽബിന് വളരെ എളുപ്പമായി. ഇത് എളുപ്പമുള്ള സംഗതിയല്ലല്ലോ. പട്ടിക്കാട്ട് വന്നതിന് മുമ്പ് 2 നേരം ശമ്പളം വാങ്ങും, ചില്ലറ പൈസ. ഇത് ഇത്ര ഈ പൈസ ഒഴിവാക്കിയിട്ട് എങ്ങനെ വതാമ്പോക്ക് പൈസ കിട്ടില്ലല്ലോ എന്നാണോ പിന്തിരിപ്പിച്ച്. അതിനാദ്യം ചെയ്യാം, ആദ്യത്തെ പകുതി ഒഴിവാക്കുക. 1 നേരം ശമ്പളം മതി. 2 കൂടെ ഒഴിവാക്കുമ്പോഴല്ലേ പ്രയാസം. ആദ്യം തന്നെ പകുതി ഒഴിവാക്കി വെക്കുക, പിന്നെ കുറച്ച് കഴിയുമ്പോൾ 2ാമത്തെ പകുതി ഒഴിവാക്കുക. ഒന്നെന്തായി പൂർണ്ണ വന്നത്. വാലഹറത്തുൽ അസ്മ അലൽ ഖുറൂജി ഇലാ മക്ക, നേരത്തെ പറഞ്ഞല്ലോ മക്കയിലേക്ക് പോകണമെന്നാണ് ലാഹിർ പ്രകടിപ്പിക്കുന്നു. വാന ഉദബ്ബിറു ഫീ നഫ്സി സഫറ ഇല ഷാം, ഷാമിലേക്ക് പോകുന്നു, അതാണ് ഞാൻ മനസ്സിൽ പരിപാടിയിട്ടത്. അതെന്തിനാ? ഹദറമിൻ അൻ യത്ലിയ ഖലീഫത്തു വജുംലത്തുൽ അസ്ഹാബി, ഖലീഫയും മറ്റുള്ള സുഹൃത്തുക്കളും കൂടി എന്താക്കുക, എന്നെ പിന്തിരിപ്പിച്ചു കളിക്കും. മക്കത്ത് പോന്ന് പറഞ്ഞാൽ എന്താക്കൂല, ആരും എതിര് നിൽക്കൂല. അല അസമി അലൽ മുഖാമി ബിശ്ശാം, ഷാമിൽ താമസിക്കണം എന്ന എൻ്റെ തീരുമാനത്തിനെതിരെ എന്താകും ഖലീഫയും അസ്ഹാബിമാരും വരും. ഫതലത്തഫ്തു ഫീൽ ഖുറൂജ് മിൻ ബഗ്ദാദ അലാ അസ്മി അല്ലാ അഊദ ഇലൈഹ, ഇനി ബഗ്ദാദിലേക്ക് മടക്കമില്ല എന്ന തീരുമാനത്തോടു കൂടിയാണ് ഞാൻ എന്താക്കിയത്, വളരെ രഹസ്യമായി നാലോട്ടത്. മക്കത്ത് പോയാൽ തിരിച്ചു വരുന്നു, പക്ഷെ മടങ്ങി വരില്ല എന്ന മൂപ്പർ തീരുമാനം. ഫഫാറഖ്തു ബഗ്ദാദ്, അങ്ങനെ ബാഗ്ദാദിൽ നിന്ന് പിരിഞ്ഞു. വഫറഖ്തു മാ കാന മഈ മിനൽ മാലി, എൻ്റെ കയ്യിലുള്ള പൈസ എല്ലാം ഓഹരി വെച്ച് സദഖ ചെയ്ത് തീർത്തു. വലം അദ്ദഖറില്ല ഖദ്റൽ കഫാഫി വഖൂതൽ ലത്ഫാൽ, കുട്ടികൾക്കുള്ള ചെലവ് അതുപോലെ എളിയ ജീവിതത്തിന് വേണ്ടി കുറച്ച് കാശടക്ക് എഴുതി വെച്ചിരുന്നു. അത് വേണമല്ലോ. വഖദ് ഇസ്തനാബ അഖാഹു അഹ്മദ്, സഹോദരനുണ്ടല്ലോ അഹമ്മദിനെ പകരമാക്കി. വെറുതെ ദിവസം ചാടിയിട്ട് നോക്കല്ല, അഹമ്മദിനെ പകരമാക്കി. അതല്ലെങ്കിൽ പറ്റ ഒഴിഞ്ഞു പോകുമല്ലോ.
അപ്പോൾ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പുറപ്പെട്ടതുപോലെ ഇപ്പം ആയത്. രാജാധികാരം കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് പോയില്ലേ. ബിനിദാമിയത്തി ബഗ്ദാദിലുള്ള നിദാമിയ മദ്രസയിൽ ദർസ് നടത്താൻ അഹമ്മദിനെ പകരമാക്കിയിട്ടാണ് പോയത്. വദഖല ദിമഷ്കിലേക്ക് എത്തി ഫി ബിദാത്തി 459. അപ്പോൾ ഒരു കൊല്ലം. ഫലബിസ ഫീഹാ മുദ്ദത്തൻ ഫീ മസ്ജിദ് ദിമഷ്ക. ദിമഷ്കിലുള്ള പള്ളിയിൽ അവിടെ കുറേ കാലം ഇഅ്തികാഫിരുന്നു. എത്ര? മുഅ്തകഫ ഫീ മനാറത്തിഹിൽ ഗർബിയ്യ, അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മനാരത്തിലാണ് ഇഅ്തികാഫ്. നമ്മുടെ പുത്തമ്പള്ളി ശൈഖ് റളിയല്ലാഹു അൻഹു ഇരുന്നതുപോലെ മുഗലികം ബാബഹ അലാ നഫ്സി, ബാതിലവിടെ പൂട്ടി, ആരും കയറിയും വേണ്ട കാണിയും വേണ്ട. വഫീ നഫ്സി സനത്തി, അതേ കൊല്ലം തന്നെ അൽ മദ്കൂർ 489 ദഹബ ലിൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജിനും ഉംറക്കും പോയി. വസിയാറത്തി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, സിയാറത്തിനും പോയി. സുമ്മ ആദ ഇലാ ദിമഷ്ക്, പിന്നെ ദിമഷ്കിലേക്ക് വീണ്ടും മടങ്ങി. എന്നിട്ട് വഅതഖഫ ബിൽ മനാത്തിൽ ഗർബിയ്യത്തി മിനൽ ജാമിഉൽ ഉമവിയ്യ, അവിടെ ജമാഅത്ത് പള്ളിയുടെ പടിഞ്ഞാറ് മനാരയിൽ ഇഅ്തികാഫിരുന്നു. വത്തഖദഹ മഹല്ലൽ ഇഖാമത്തിഹി വ ഇബാദത്തിഹി വ തഅലീഫിഹി, ആ സ്ഥലം എന്താക്കിയെന്നറിയോ? മൂപ്പർ താമസിക്കാനും ഇബാദത്തെടുക്കാനും ഗ്രന്ഥങ്ങൾ ഒരുമിച്ച് രചിക്കാനൊക്കെയുള്ള കേന്ദ്രമാക്കി മാറ്റിയിരിക്കുക. ആരും സംഗതി അറിയുകയും ചെയ്യില്ല. വഖ്താറ അൻ യഈശ ഐശ തകശ്ശുഫി, വളരെ പ്രയാസപ്പെട്ടുകൊണ്ടുള്ള എളിയ ജീവിതം നയിക്കുന്നത് ഇഖ്തിയാർ ചെയ്തു. വയഹ്യ ഹയാത്ത സുഹദി വൽ വറഇ, സുഹദിന്റെയും വറഇന്റെയും ജീവിതം നയിക്കാൻ മൂപ്പർ തീരുമാനിച്ചു. യൽബസു സിയാബൽ ഖസിനത, പരുക്കം വസ്ത്രമാണ് ധരിക്കലി. വയുഖല്ലിലു മത്അമഹു വ മശ്റബഹു, ഭക്ഷണവും പാനീയവും കുറച്ചു. വയറൂദു നഫ്സഹു, നഫ്സിനോട് റിയാദയാണ്. വയഹ്മിലുഹാ അലൽ മുജാഹദാതി ഫിൽ ഇബാദാതി വൽ അമാലി സ്വാലിഹാത്ത്, സാലിഹായ അമലിലേക്കും മറ്റു ഇബാദത്തിലേക്കും മുജാഹദയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ശരീരത്തിന്. ഇല അല്ലാന ലഹു സഅബുഹ, അപ്പോൾ അതിൻ്റെ മൂട്ട് കാട്ടൽ എന്തായി? മയപ്പെട്ടു വന്നു എന്നാണ് പറഞ്ഞത്. നഫ്സിൻ്റെ അതാ പറയുന്നത്. അതുവരെ എന്താക്കൂല, ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സ്വയം വഴങ്ങൂലെന്ന്, അതിലേക്ക് വല്ലാണ്ട് താല്പര്യം കാട്ടുന്നെങ്കിൽ സൂക്ഷിച്ചു നോക്കൊന്നുമില്ലേ. അമലിൽ ഇങ്ങനെ മെയ്യുന്നുണ്ട്. എന്താ ഇതിനൊരു ഹാലിങ്ങനെ ഇല്ലായിട്ടല്ല, എല്ലാം വേറെന്തോ. ഒന്നിക്ക് കൊസി, അതിൻ്റെ കൊസി ഉണ്ടാവും, അല്ലെങ്കിൽ അറിയാവും. ഒരു മേച്ചിൽ സ്ഥലം അതിന് മധുരമാണെന്ന് തോന്നിയാൽ അവിടെ മേയ്ക്കാൻ നിൽക്കരുത്. അതിന് മധുരമുള്ളതായ ഒരു മേച്ച സ്ഥലം കിട്ടിയാൽ അവിടെ മേയ്ക്കും. പണ്ട് മൂപ്പരോട് ചോദിച്ച്, ഞാൻ കുത്തുബത്തിന് ശരഹ ഉണ്ടാക്കട്ടെ, നമ്മൾ ചെല്ലുന്ന കുത്തിബത്തിന്. മൂപ്പരൊറ്റ മറുപടി, പിന്നെ എൻ്റെ അപ്പുറം ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഒരു മേച്ചിൽ സ്ഥലം മധുരമുള്ളതായി തോന്നിയാൽ അവിടെ മേയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതെന്തിനാ ചിന്തിച്ചെടുത്താൽ മതി. അപ്പോൾ കുത്തുബിയത്തിൻ്റെ ശർഹുണ്ടാക്കിയ ഒരു എന്നാണോ? എന്നാൽ എല്ലാം പണി ബാത്തിലില്ല. തിരുവനന്തപുരം വണ്ടി കയറിയപ്പം തീവണ്ടിന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്. ഉടനെ അവരോട് കിട്ടി സ്ഥലത്തിൽ മറാഫലാത്തുസിമി. അപ്പോൾ അബ്ദുൽ ഹക്കീം അനീസ് ചോദിച്ചു, നിങ്ങളുടെ ദാസാനി പല്ലൊരു ഇങ്ങാത്തായിരുന്നു. ഞാൻ പറഞ്ഞു, കാല ഷെയ്ഖുന വൈൻ ഹിയ സ്ഥലത്തിൽ മറാഫലാത്തുസിമി എന്ന് പറഞ്ഞതിനോട് നിന്നാന്ന്. അതൊന്നും നീങ്ങില്ല നിന്ന് വൈസ ജാബിദാരോ ഒക്കെ ഉണ്ട്. അബ്ദുൽ ഹക്കീം അനീസ്, അത് സമയല്ല. ആ കാലഘട്ടത്തിലാണ് ബദഅഫി തഅലീഫി കിതാബിഹിൽ അലീം ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബ് രചിക്കാൻ തുടങ്ങിയത് അവിടെ നിന്നാണ്. അല്ലദീ ഖാല ഫീഹി ഇമാമുൽ ഹദ്ദാദ്, ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അതിനെപ്പറ്റി പറഞ്ഞു, വബിബദിഹിൽ ഇഹ്യാ അഫാഖ ഫയാലഹു മിൻ ഫായിഖിൻ വകമിസ്ലിഹി ലം യൂലഈൻ. ഇഹ്യാനെ പറ്റിയേ, വബിബദിഹിൽ ഇഹ്യാ, ഇഹ്യാഇനെ രചിക്കൽ കൊണ്ട് ഫാഖ മൂപ്പർ ഉന്നതി നേടിയിരിക്കുന്നു. ഫയാലഹു മിൻ ഫായിഖിൻ, അതാ അവർക്ക് എത്ര ഉന്നതിയാണ്. അജബിൻ്റെ വാക്കാ ഫയാലഹു. നമ്മളെ ജലാലിയിലല്ലേ
അയാ ബൈത്തിലെ മുറുദിലല്ലാന്ന് ജലാലിന്റെ ബൈത്തിൽ ഒരു അജബിന്റെ വാക്ക് വകമിസ്ലിഹീലം ഹിജ പോലോത്തൊരു കിതാബ് രചിക്കപ്പെട്ടിട്ടേ ഇല്ല. ഇനി വകാന യുക്സിറുൽ ജുലൂസ ഫീ സാവിയത്തി ശൈഖ് നസ്റുദ്ദീൻ മഖ്ദസി ബിൽ ജാമിഉൽ ഉമവി. ആ മനാരിൽ പോയി എന്ന് പറഞ്ഞില്ല, അവിടെ ഒരു സാവിയ ഉണ്ട്. ആരെ? നസ്റുൽ മഖ്ദസി തങ്ങളെ ഉമവിയിൽ. വഅഖദ യുസന്നിഫുൽ മുസന്നഫാത്തിൽ ഖയ്യിമതൻ നാഫിഅത. അതാ ഉപകാരപ്രദമായ അമൂല്യമായ പല തസാനീഫും ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അഅ്ലമുഹാ അൽ ഹിജാസ്. കണ്ട, തസാനീഫിന്റെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ ഹിജാസ്. വമിനൽ മുൻഖിദ് മിനൽ ളലാൽ. അത് ചെറിയൊരു കിതാബാണ്, പക്ഷെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. വഗൈറു ദാലിക മിനൽ കുതുബിൽ മുഖ്തസറ. അത് മുഖ്തസറായ കിതാബാണ്. മിസ്ലുൽ അർബഈന. നമ്മൾ പണ്ടേ പറഞ്ഞിരുന്ന അർബഈൻ ഉണ്ടല്ലോ. വഗൈരിഹ മിനർ റസായിൽ. അങ്ങനെ ചെറിയ ചെറിയ റിസാലകളൊക്കെ പുറത്തേക്ക് ചുരുക്കി തസാനീഫ്. വബഖിയ അലാ ഹാദിഹിൽ ഹാലി മിഖ്ദാർ 10 സിനീൻ. ഈ കോലത്തിൽ 10 കൊല്ലം അവിടെ കഴിച്ചു കൂട്ടി. അപ്പോൾ അവസാനത്തേക്ക് എത്തി. കമാ ദകറ ദാലിക ഫീ കിതാബിഹി അൽ മുൻഖിദ് മിനൽ ളലാൽ എന്ന കിതാബിൽ മൂപ്പർ അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. വഖദ് ഖലാ തിൽകൽ മുദ്ദത ഫീ ദിമഷ്ക. ആ കാലഘട്ടം ദിമഷ്കിൽ കഴിച്ചു കൂട്ടി. وكانت عزلة الإمام الغزالي مفاجأة كبرى لعلماء عصره الذين شاهدوا وعرفوا منزلته العظيمة. അപ്പോൾ ഇമാമിന്റെ ഈ വഴിമാറ്റം ഉണ്ടല്ലോ, സുഹറത്തിൽ നിന്ന് ഉസ്ലത്തിലേക്ക് പോയി ഖൽവത്തിലിരിക്കുന്ന അവസ്ഥ വന്നപ്പോൾ ആ കാലത്തുള്ള ഉലമാഇന് വലിയൊരു ഞെട്ടലി. അങ്ങനെ ഇമർക്കെന്ത് വെച്ചിപ്പോയി. ഓർക്കിതുമ തുടരാനായിരിക്കും ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാകലി. മൂപ്പർക്കെന്താ വെച്ചിപ്പോയി. മടവൂർ ശൈഖ് റളിയല്ലാഹു അൻഹു കുറേ കാലം നിർസടിച്ചു. പെട്ടെന്ന് ഹാലുമാരെ എല്ലാத்தைയും പിരിച്ചു വിട്ടിട്ട് ഹാലുമാരില്ലേ. അപ്പോൾ അവരെ മൻസിലയും അവരുടെ പദവിയും നേരത്തെ പരിചയമുള്ള ആളുകൾക്ക് ഞെട്ടലുണ്ടാക്കുന്ന സംഗതിയായത്. ഹൈസു ബലഗൽ ഖിമ്മത ഫിൽ മകാനത്തി വശുഹറത്തി വൽ ജാഹി വസ്സഹാമ. മോമിനീങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വിഷയത്തിലും പ്രശസ്തിയിലും കൊടുമുടിയിലെത്തിയ ആളാണ് എന്താക്കുന്നത്. പെട്ടെന്നൊരു മാറ്റം. അള്ളാഹുവിന്റെ ദായി വന്നുപോയി. സബബ. അവർ സബബായിട്ട് പലതും പറയാൻ തുടങ്ങി. വയക്കൂലൂന ഇന്നഹു ശൈഉൻ സമാവിൻ. ആകാശദന്തം അവർക്ക് പിടികൂടിപ്പോയി. ചിലരെ പറഞ്ഞ് കണ്ണുകൊണ്ടിട്ടാണ്, ചിലരെ പറഞ്ഞ് സിഹറാണ്, ചിലരെ പറഞ്ഞ് ജപിച്ചയച്ചതാണ്, അസൂയക്കാരെന്തോ തട്ടിപ്പാണ്. ചോറ് പറഞ്ഞ് എനിക്കൊന്നുമില്ല. ആഖിറത്തിലേക്ക് വിളിച്ചതാന്ന് തന്നെ. വയഖൂലൂന ഇന്നഹു ശൈഉൻ സമാവിയ്യുൻ വലൈസ ലഹു സബബുൻ ഇല്ലാ ഐനുൻ അസാബത്തുൽ മുസ്ലിമീന ഫീഹി. മൂപ്പറിലൂടെ മുസ്ലിമീങ്ങൾക്ക് മുഴുവനും ബാധിച്ച കണ്ണേറാണെന്ന്. ഓർക്ക് ബാധിച്ച അതിന്റെ ദൂഷ്യന്മാർക്ക് കിട്ടും മുസ്ലിമീങ്ങൾ. അപ്പോൾ ഇമാമിലൂടെ മുസ്ലിമീങ്ങൾക്ക് ബാധിച്ച കണ്ണേറ് ബാധയാണെന്ന് ചിലര്. എന്താക്കും നികുതി രസീറ്റൊക്കെ നോക്കിയിട്ടുണ്ടാവും. അതിലാണെന്നല്ല ഗൈബ് മദ്ഹബ്. ബസ്സിന്റെ ടിക്കറ്റിന്, നികുതിയിൽ, ഇലക്ട്രിക്കിന് പൈസ അടച്ചതിലെല്ലാം ഗൈബുണ്ടാകില്ല. വയുബയ്യിനുൽ ഇമാമുൽ ഗസാലി പറയുന്നത് എനിക്കൊന്നുമില്ല. ഇപ്പം എന്നെ കണ്ണേറും സേറും ജപിച്ചേക്കൊന്നും എനിക്ക് ബാധിച്ചിട്ടില്ല. ഇങ്ങനെ ജീവിച്ചാൽ മതിയോ, ആഖിറത്തിലേക്ക് പോകണോ, പോകാൻ വേണ്ടി കൈമുതലുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം വന്നത്. ذلك في كتابه المنقذ من الضلال തന്നെ പറയുന്നു. فيقول മുഫറദാരട്ടെ തഫക്കർതു ഫീ നിയ്യതി ഫീ തദ്രീസ്. തദ്രീസിൽ എൻ്റെ നിയ്യത്ത് എന്താണെന്നാണ് എൻ്റെ പരിശോധന. അപ്പം പറഞ്ഞില്ലേ فإذا هي غير خالصة لوجه الله. അപ്പോൾ പരിശോധന നടത്തിയേക്കുമ്പോൾ വജ്ഹുല്ലാഹ്ക്ക് വേണ്ടി ഖാലിസായിട്ടില്ല എന്നാണ് എനിക്ക് തിരിഞ്ഞത്. എല്ലാം തിരിഞ്ഞു എന്ന് പറയില്ലല്ലോ. ബൽ ബായിസുഹാ വ മുഹദ്ദിഖുഹാ തലബുൽ ജാഹി വന്തിശാറു സീത്. അപ്പം നഫ്സിനെ അതിനിളക്കി വിട്ടത് ജാഹിന്റെ നേട്ടമാണ്, ഇന്തിശാറു സീത്താണ്. ഫതയക്കൻതു അന്നി അലാ ശഫാ ദുർബിൻ ഹാർ. നരകത്തിന്റെ വാക്കത്താണ് ഞാനുള്ളത് എന്ന് എനിക്ക് തോന്നിപ്പോയി, എനിക്ക് ഉറപ്പായി. അതാ ഫലം മസൽ അതഫക്കറു ഉസമ്മിമുൽ അസ്മ അലൽ ഖുറൂജ് മിൻ ബഗ്ദാദ്.
ബഗ്ദാദിൽ നിന്ന് എത്രയും പെട്ടെന്ന് സ്ഥലം വിടണമെന്ന് ഞാൻ നേരത്തെ ചിന്തിക്കുകയാണ്. മുഫാറക്കത്തിൽക്കല്ലഹവാലി യൗമൻ, ഒരു ദിവസത്തിൽ എന്താക്കണം, ഇതെല്ലാം ഒഴിവാക്കിയിട്ട് പോകണം എന്നാണ്. വൗജിലുൽ അസ്മ അല അസ്മ യൗമൻ മുഖദ്ദിമു റിജ്ലൻ വൗഖിറു ഖിറ. എന്നിട്ടോ അസ്മിന് വേണ്ടി ഇന്ന ഡേറ്റ് വരെ എന്ന് തീരുമാനിക്കും. പക്ഷെ എന്താക്കും, ഒരു കാലം മുന്നോട്ട് വെച്ചാൽ മറ്റേ കാലം വേക്കോട്ടാ വലിക്കുന്നു വെച്ചാൽ ഉറക്കുന്നില്ല. അതൊരു പ്രയോഗമാണ്. ഒരു കാലം മുന്നേ വെച്ചാൽ മറ്റേ കാലം വേക്കോട്ട് വലിക്കുന്നു. മുഖദ്ദിമു റിജ്ലൻ വൗഖിറു ഖിറ. അപ്പോൾ ഒരു അവധി വന്നാൽ അവധിക്ക് നടക്കും, സംഗതി നടക്കൂല. എന്താ ലാ തസ്തഖുലി റഗ്ബത്തുൻ ഫീ തലബിൽ ആഖിറതി ബുക്റതൻ, ആഖിറം തേടണം എന്ന ആഗ്രഹം രാവിലെ വന്നിട്ടായ അത് സാധിക്കാവൂല. ഇല്ല വയഹ്മിലു അലൈഹ ജുന്ദു ഷഹ്വ, ഷഹ്വത്തിന്റെ ജുന്തെന്താകും, അത് വേണ്ടാന്ന് വെച്ചത്. ഫൈഫദിഖുഹാ അശിയ്യത്തൻ, വൈകുന്നേരം ആകുമ്പോൾ എന്താക്കി അത് മനസ്സിൽ പോയി. രാവിലെ എടുത്ത തീരുമാനം വൈകുന്നേരം പൊടിയുന്നതാണ്. فصارت شهوات الدنيا تجاذبني بسلاسلها إلى المقام. ദുന്യാവിൻ്റെ ഷഹവാത്തുകൾ എന്നെ പിടിബലി കൂടുകയാണ്. ചങ്ങല കിട്ടിട്ട് വലിക്കുന്ന ഇടത്തേക്ക് ഇവിടെ തന്നെ നിൽക്കണം, പോകാൻ പാടില്ല. അത്ര വലിയ ആനുകൂല്യമുണ്ട്. ഈമാനിന്റെ മുനാദി വിളിക്കുന്നത് ഇവിടെ യാത്ര പോകണ്ടേ, എത്ര കാലമാണ് ഇങ്ങനെ കഴിയുക എന്നാ ചോദിക്കുന്നത്. അർറഹീൽ, യാത്ര പോക്ക്. ബഹുമാനപ്പെട്ട മഹമ്മൂദ് ഉലാക്ക നടന്നിങ്ങനെ ബെൽമം പറഞ്ഞു, ഒരു മനാമ കണ്ടുണ്ടോ, അർറഹീൽ, യാത്രക്കൊരുങ്ങിക്കോ. അതുകൊണ്ട് നീ ജലാലിയൊക്കെ തട്ടത്തിൽ നടത്തണം, നീ വളരെ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് 16-ാമത്തെ വർഷം പുറപ്പെട്ട്. ആരോടും പറയേണ്ട വഫാത്ത്. അല്ല, ഫലം ലബക മിനൽ ഉംരി ഇല്ലൽ ഖലീൽ, ആയുസ്സിൽ നിന്ന് കുറച്ചേ ബാക്കിയുള്ളൂ എന്നെന്താക്കും, ആഖിറത്തിന്റെ മുനാദി ഇങ്ങോട്ടേക്കും വിളിക്കുന്നത്. വബൈന യദൈക സഫറു തവീൽ, നിന്റെ മുമ്പിൽ നീണ്ട സഫർ വരാനിരിക്കുകയാണ് എന്ന് വിളിച്ചു പറയുന്നു. ഫലമ്മ സല്ല തറദ്ദുദു ബൈന തജാദുബി ശഹവാത്തി ദുനിയ വദവാഇൽ ആഖിറതി, ആഖിറത്തിലേക്കുള്ള വിളിയും ഷഹവാത്തു ദുനിയയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ പിടിവലി കൂടുകയാണ്. കരീമ മിൻ സിത്തത്തി അശ്ഹുർ, ഏതാണ്ട് 6 മാസം. നേരത്തെ പറഞ്ഞല്ലോ. അവലുഹാ റജബുൻ 88 488-ാം കൊല്ലത്തിന്റെ ഇടയിൽ വെച്ച്, അത് മുമ്പ് തുടങ്ങാൻ തന്നെ. വിളംബരത്തും പേരെങ്കിലും തീർത്തക്കാം. وهكذا جرب الإمام الغزالي رحمه الله قبل عزلته الدنيا بما فيها. അതാ ഇപ്രകാരമാണ് ശരീരത്തിന് അങ്ങോട്ട് ശീലിപ്പിച്ചത്. ഉജ്ലത്തിന്റെ മുമ്പ് ദുന്യാവിന്റെ ഉജ്ലത്ത്, അതിലുള്ളത് മിൻ സീനത്തിൽ ഹയാത്തി, ജീവിതത്തിന്റെ വലിയ സീനത്തുണ്ട്. വബഹ്റജിഹ, അതിന്റെ ആഡംബര ജീവിതമുണ്ട്, കാറുണ്ട്, വണ്ടി ഉണ്ടാവും, എല്ലാം രാജാവിനാൽ ആദരിക്കപ്പെടുന്ന ആളായില്ലേ. മിനൽ വൽമാലി വൽജാഹി വൽ മനാസിബിൽ ഉല്യ വത്തബാഹി വത്തഫാഖുർ, ഇതെല്ലാം ദുന്യാവിലുണ്ടായിരുന്നു. ഫഅദ്റക ഹഖീഖതഹാ വആലാമഹാ വമശാകിലഹാ വശഹവാതിഹാ, ഈ ദുന്യാവ് ഇതെല്ലാം കിട്ടിയാൽ അതിന്റെ രത്നച്ചുരുക്കം എന്താണെന്ന് മനസ്സിലാക്കി. കുറച്ച് ദിവസം ഇങ്ങനെ ഒരാട്ടം മമ്മണൊക്കെ പൊട്ടുന്നുണ്ടാവും, പറഞ്ഞു പിന്നെല്ലാം അടങ്ങി. ഇതാണില്ല ഇപ്പൊ ബാണം കാണുന്നില്ലേ, ചക 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 എന്ന് പറഞ്ഞിട്ട് പാഞ്ഞിട്ട് കിട്ടും. കഴിഞ്ഞപ്പോ മൂപ്പരവിടെ പോയി വീണെന്ന് വീഴ കാണില്ല. അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളും അതിനെ മുഷ്കിലാത്തും അതിന്റെ ശഹവാത്തും എല്ലാം എനിക്ക് പഠിച്ച് മുറ, അതിന്റെ മാധുര്യവും ആസ്വദിച്ചു, എന്റെ കയ്പും ആസ്വദിച്ചു. ഇതിൽപ്പെട്ട എന്തുണ്ടായാലും മനുഷ്യനെ രക്ഷപ്പെടുത്താൻ പറ്റൂല. അള്ളാഹുവിലേക്കുള്ള അണഞ്ഞുകൂടലും അതുകൊണ്ട് സമാധാനിക്കലും ഇവിടെ പൂർത്തിയാകാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കി. സഹീഹായ രീതിയിൽ അള്ളാഹിന്റെ മഅരിഫത്ത് കൽബിനെ തൊട്ട് ദുന്യാവിന്റെ എല്ലാ ബന്ധങ്ങളും മുറിക്കലിലൂടെയാണ്. എന്നാലേ ഇലാഹിയായ അൻവാർ കൽബ് സ്വീകരിക്കാൻ എളുപ്പമാകണമെങ്കിൽ ദുന്യാവിനെ ഹിക്കമിൽ പറഞ്ഞ പോലെ കൈഫ യുശ്രികു ഖൽബുൻ വസുവറുൽ അഖ്വാനി മുൻദബിയത്തുൻ ഫീ മിർആതിഹാ എന്ന് പറഞ്ഞു. അതുകൊണ്ടെന്താക്ക്
സ്വയം ഒഴിഞ്ഞു മാറലും ജനങ്ങളെ ബന്ധം ഒഴിവാക്കലും. ദുന്യാവും ദുന്യാവിലുള്ള സകല വസ്തുക്കളും ഹിമ്മത്ത് മുഴുവനും ഉപയോഗിച്ച് അള്ളാഹുവിലേക്കുള്ള ഇഖ്ബാലാണ് മുബർ തിരഞ്ഞെടുത്തത്. അതിനാ ഈ സാരലിൽ ബാക്കി അലൽ ഫാനി, നശ്വരമായ ദുന്യാവിനേക്കാളും ബാക്കിയാകുന്ന ആഖിറം തിരഞ്ഞെടുത്തു. വഖ്താറ മാ ഹുവൽ അഫ്ളൽ, ഏതാണ് അഫ്ളൽ തിരഞ്ഞെടുത്തു. അപ്പൊ കൽബിൽ മറന്നില്ല, കൽബിൽ മറന്നുണ്ട്. അതേതാ അഫ്ളൽ? വഹുവൽ ആയിശു ഫീ ദിഹാബില്ലാഹി തആല ലാ യശ്ഗലുഹു അൻ ശൈഇൻ ലാ മാലും വലാ ജാഹ്. മുതലോ ജാഹോ മൂപ്പറ ശൂലാക്കാത്ത രീതിയിൽ അള്ളാഹുവിന്റെ ഹദറത്തിൽ അങ്ങോട്ട് കഴിഞ്ഞുവിടണം. ഇതാണ് ഇനി 2 സുഹൃത്തുക്കളുണ്ടാവില്ല. എത്ര പേരുണ്ട്? 2, 4, 6, 6, 2, 8 പേര്. അല്ല, 8 സീറ്റല്ലേ? ഇനി തൂസിലേക്കാ വരാൻ പോകും. 10 കൊല്ലം അങ്ങനെ കഴിച്ചു കൂട്ടിയല്ലോ. അപ്പൊ എത്രയായി? 38ഉം 48 വയസ്സായി. ഇനി 7 കൊല്ലേ ബാക്കിയുള്ളൂ. തൂസിലേക്ക് വന്നിട്ട് എന്ത് ചെയ്തു എന്നാ പറയാൻ പോകുന്നത്. അതാ പേരും കൂടെ തീർത്തിട്ടോ. എന്നുണ്ട് നൈസാബൂറിലേക്ക് പോയ ഔദത്തുൽ ഇമാം അൽ ഗസാലി ഇലാ ബലദിഹി തൂസ് മാറൻ ബി ബഗ്ദാദ്. ബഗ്ദാദിൽ കൂടി സഞ്ചരിച്ചിട്ട് തൂസിലേക്ക്, സ്വന്തം നാടല്ലേ തൂസ്, അവിടത്തേക്കുള്ള മടക്കം. ബഖിയ അൽ ഇമാം അൽ ഗസാലി റളിയല്ലാഹു അൻഹു അലാ തിൽകൽ ഹാലതി മിനൽ ഉസ്ലതി വ മുജാഹദത്തി നഫ്സി വ തക്ലീഫിഹ അൽ മശാഖ ഫീ സബീലിൽ ഇബാദത്തി വൽ അമാലി സ്വാലിഹ വ തഅലീഫിൽ കുതുബിൻ നാഫിഅത്തി. അതാ എന്താ പറയുന്നത്? 1 ഉസ്ലത്ത്, 2 നഫ്സിനോടുള്ള മുജാഹദ, അള്ളാഹിന്റെ ഇബാദത്തിലും സാലിഹായ അമലിലുമായിട്ട് മശക്കത്തുകളെ എന്താക്കും? സഹിക്കലി. അതുപോലെ നാഫിയായ കിതാബുകൾ രചിക്കൽ. അങ്ങനെ മുത്തഖിദൻ മിൻ ദിമശ്ക മഖറൻ ലഹു ഹത്താ അവാഖിറ സനതി 499 അവസാനം വരെ ദിമശ്കിലായിരുന്നല്ലോ കേന്ദ്രം. വഫി അവാഖിരി ഹാദിഹി സനതി, ഈ കൊല്ലത്തിന്റെ അവസാനത്തിൽ തവജ്ജഹ ആയിദൻ ഇലാ മൗതിനിഹി ഖുറാസാൻ, നമ്മുടെ സ്വന്തം നാട് ഖുറാസാനിലേക്ക്. ഫമറ അവ്വലൻ ബി മദീനത്തി ബഗ്ദാദ്. അപ്പൊ ബഗ്ദാദിൽ കൂടിയാണ് നടന്നത്. പക്ഷെ ബഗ്ദാദിൽ നിന്നാലും സ്ഥലം വിട്ടണ്. വലം യഖീൻ ബിഹാ കസീൻ, അവിടെ അധികം നിന്നില്ല എന്നാണ് പണ്ടത്തെ. വൈന്നമാ മകസ ഫത്രത്തും വജീസ, ചുരുങ്ങിയ കാലയളവ് മാത്രമേ ബഗ്ദാദിൽ തങ്ങിയുള്ളൂ. വഅഖദ ബിഹാ മജ്ലിസൻ ലിൽ വഅദി, അവിടെ വഅദിന്റെ ഒരു മജ്ലിസ് സംഘടിപ്പിച്ചു. വഹദ്ദസ ബി കിതാബിഹിൽ ഇഹ്യാ, അങ്ങനെ ഇഹ്യാഉൽ ഉമ്മദീൻ എന്ന കിതാബ് ഉണ്ടാക്കിയെന്ന് ജനങ്ങളോട് അറിയിച്ചു കൊടുത്തു. സുമ്മഗാദറ ബഗ്ദാദ, പിന്നെ ബഗ്ദാദ് വിട്ട് ആയിദനില വതനിഹി വമസ്കത്ത് റസിഹി മദീനത്തി തൂസ്, ഖുറാസാനിലെ തൂസിലല്ലേ മൂപ്പർ സ്വന്തം നാട്, അവിടത്തേക്ക് പോയി. വബിഹാ ഹത്ത റിഹാൽ, അവിടെ യാത്ര അവസാനിപ്പിച്ചു. വാൽകാ അസത്തിയാരി മുലാസിമം മദ്ലഹു, മൂപ്പർ വീട്ടിൽ തന്നെ താമസമാക്കി. മുസ്തഖലൻ കആദതിഹി ബിൽ ഇബാദത്തി വതഅലീഫ്, ഇബാദത്ത് കൊണ്ടും തഅലീഫ് കൊണ്ടും ആദത്തനുസരിച്ച് പോലെ അങ്ങ് ശുഗലാണ്. മുഹാഫിലൻ അലൽ വഖ്തി, വഖത്ത് വളരെ കാത്തു സൂക്ഷിച്ചുകൊണ്ട്, ഒരു സമയവും പാഴവാത്ത രീതിയിൽ വഖത്ത് കാത്തു സൂക്ഷിച്ചു. ഇലാ അൻ കല്ലഫഹു ഫഖ്റുൽ മുൽക്കി ബിത്തദ്രീസ് ഫി നിസാമിയത്തി നൈസാബൂർ, നൈസാബൂറിലെ നിസാമിയ ദർസിലെ തദ്രീസ് വേണം എന്നെന്താക്കി രാജാവ് കൽപ്പിച്ചു സ്വന്തം നാട്ടിൽ. വദാലിക ഫീ ശഹരി ദിൽഖഅദ സനത 499 ഫതകൂറുൽ മുദ്ദത്തു മുദ്ദത്ത് മുൻദു മുഗാദറത്തിഹി നിസാമിയ ബഗ്ദാദ ഇലാ മുആവിയ ദരീസ ബിനിസാമിയത്തി മസ്ഇ 11 സന എന്ന് പറഞ്ഞു. ആദ്യം ബഗ്ദാദിലുള്ള നിസാമിയയിൽ ഉണ്ടായത്, അവിടെ നിന്നാണ് രാജിവെച്ച് പോയത്. അവിടെ നിന്ന് എന്താക്കി കിതാബെല്ലാം ഉണ്ടാക്കി മടങ്ങി വന്നിട്ട് സ്വന്തം നാട്ടിലെത്തി. അവിടെ നിസാമിയ വേറെ ഉണ്ട് നൈസാബൂറിൽ. അതിൻ്റെ ഇടയിൽ 11 കൊല്ലട കഴിഞ്ഞു. പിന്നെ ബാബ വീണ്ടും ദർസ് തുടങ്ങിയിരുന്നു. എൻ്റെ ഇഷ്ടം പറയാം. 11 കൊല്ലം, അതെ 11 കൊല്ലം കണക്കുന്നില്ല. റജബിൽ വെച്ചല്ലേ പുറപ്പെട്ടിരുന്നത്.
അപ്പോൾ 99 11 കൊല്ലായി. ഇനി മുആവദത്തുഹു ലിത്തദ്രീസി ഫി നിസാമിയ്യത്തി നൈസാബൂർ. നൈസാബൂർ സ്വന്തം നാട് നൈസാബൂരിലെ തൂസിലി. ഓ ഇതാര് റസാലിമാമിനെ കേൾക്കാനാ വന്നത് അല്ലേ? بعد التجارب التي مر بها الإمام الغزالي رحمه الله من جاه الدنيا وزينتها إلى العزلة والتكشف. വളരെ പ്രസിദ്ധിയും ദുനിയാവിലുള്ള ജാഹും അതിൻ്റെ ആഡംബരങ്ങളും വിട്ടിട്ടെന്താകിന്നറിയോ? ഉസലത്തിലേക്കും എളിയ ജീവിതത്തിലേക്കും എത്തിച്ചേർന്നു. റിയാലത്തുൻ നഫ്സിലേക്ക്, അതിൻ്റെ മുജാഹദയിലേക്ക്. ഹത്താ ബലഗൽ മർതബത്തല്ലതി തുമഅന്ന ഇലൈഹാ, മൂപ്പർക്ക് സമാധാനം മുത്മഇന്നാകുന്ന രീതിയിലേക്ക് എത്തുന്നത് വരെ എന്താക്കും? മുജാഹദയിൽ കഴിഞ്ഞുകൂടി. മിനസ് സഫാഇ വസ്സആദതി വമഅരിഫതി മഖായിദി ശൈത്താനി വയുബിൻ നഫ്സ്. നഫ്സിൻ്റെ ഐബുകളെക്കുറിച്ച് അവർ മനസ്സിലാക്കി, ശൈത്താൻ്റെ ചതിവലകളെക്കുറിച്ച് അറിഞ്ഞു. അതുപോലെ സആദത്ത് എന്താണ്, സഫായി എന്താണ് എന്നെല്ലാം മൂപ്പർ മനസ്സിലാക്കി കഴിഞ്ഞു. ഹൈസു ഹഖഖത്തിൽ ഉസ്ലത്തു അഹ്ദാഫഹാ. അപ്പോൾ ഉസ്ലത്ത് കൊണ്ട് എന്തായിന്നറിയോ? എന്താണോ ലക്ഷ്യം വെച്ചത് അതിലേക്ക് എത്തി. മാനഫഅ ഖൽബു നോടില്ലേ ഹിക്കമില്ലേ? മിസ്ല ഉസ്ലത്തിന് യദ്ഖുലു ബിഹാ മൈദാന ഫിക്റത്തിൻ. ഉസ്ലത്തും ഫിക്റത്തും കൂടി ചേർന്നുകൊണ്ടുള്ള അവസ്ഥയിലേക്ക് കൽബിന് ഇത്ര ഫലം ചെയ്യുന്നൊന്നും അറിയില്ല എന്ന് ഹിക്കമിൽ ഊതിയിട്ടുണ്ട്. അതിൻ്റെ ഇടയും കിട്ടിയത് ഖററൽ ഔദത ഇലൽ വതൻ, നാട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. വൽ ഖിയാമ ബിതഅലീമിൻ നാസ്, ഇനി ജനങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങണം. വൈഫാദത്തിൽ ഇൽമിൻ്റെ ഇഫാദയും. വഖാല വലാ സിയമാ ബഖദ് ശറഅ ബിഹാജത്തിൻ നാസിൽ മാസത്തി ഇലാ ദാലിക്. പ്രത്യേകിച്ച് ആ വിഷയങ്ങളിലേക്ക് ജനങ്ങൾ വളരെ ആവശ്യത്തിലെത്തിയിട്ടെന്ന് മൂപ്പർ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങൾക്ക് ഇതെല്ലാം അറിയിക്കണം. ഫഖദ് ജാഅൽ വസീറു ഫഖറുൽ മുൽക്കി ഇബ്നു നിസാമിൽ മുൽക്കി. നിസാമുൽ മുൽക്കി എന്ന രാജാവിൻ്റെ മകൻ ഫഖറുൽ മുൽക്ക് വസീർ വന്ന് അതിലെ മൂപ്പർ നിർബന്ധിച്ചെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നിർബന്ധം ചെലുത്തി നൈസാബൂരിലുള്ള നിലാമയിൽ ദർസ് നടത്താൻ വേണ്ടി നിന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചു. ഇല അനിസ്തജാബ്, അങ്ങനെ മൂപ്പർ അതിന് ഉത്തരം കൊടുത്തു. ഫന്തഖല നൈസാബൂരിലേക്ക് 499 ആദ്യത്തെ രാജാവൊക്കെ 488 അവിടെ ദർസ് നടത്താൻ തുടങ്ങി. തദ്രീസിലേക്ക് വീണ്ടും മടങ്ങി വന്നല്ലോ. അതിന്റെ കിസ്സ മൂപ്പർ തന്നെ പറയട്ടെ. ഇതിൽ കിതാബിഹിൽ മുൻഖിദ് മിനൽ ളലാൽ എന്ന കിതാബിൽ فيقول اتفق في شهور سنة 99 و400 499 കൊല്ലത്തിൽ ഒത്തുകൂടി അൻകുല്ലിഫ്തു എന്നോട് നിർബന്ധിക്കപ്പെട്ടത്. എന്തിന്? ഏതാണ്ട് 12 കൊല്ലം സാബിയിൽ ഖൽവത്തി കൂടിയിട്ട് പുറത്തു വന്നതല്ലേ. എന്തുകൊണ്ട് നിർബന്ധിച്ചു? നൈസാബൂർ, നൈസാബൂറിലേക്ക് പോകണം. ലിത്തഅലീമി വനശ്രി ശരീഅ, ശരീഅത്ത് പ്രചരിപ്പിക്കാനും വേണ്ടിയിട്ടും. ലിമാ ഹസല മിനർ റുകൂദി വൽ ഫുതൂരി ഫി മജാലിൽ ഇൽമി വനശ്രിഹി. നമുക്ക് പറഞ്ഞേ നാട്ടുകാർക്ക് ജനങ്ങൾക്ക് ഇഫാദത്തുൽ ഇൽമും താലീമും അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ടുന്നില്ല. അതാ പറയുന്നത്. റുക്ക് എന്ന് വെച്ചാൽ കെട്ടിക്കിടക്കല്, ചലിക്കാതെ. അതുപോലെ ഫുത്തൂറും ഇൽമിൻ്റെ മജ്ലിസ് പ്രവേശന മാർഗത്തിൽ ഒരു സ്തംഭനാവസ്ഥ വന്നിട്ടുണ്ട്. മുഖ്ലിസീങ്ങളായ എൻ്റെ സുഹൃത്തുക്കൾ അതുകൊണ്ട് പിന്തുണ പ്രഖ്യാപിക്കാനും തുടങ്ങി, കൂടിയേ കഴിയുന്നു. വലഹു അലയ്യ ഫീ ദാലിക്, ആ വിഷയത്തിൽ എന്നെ നിർബന്ധിച്ചു. വഹസനത്തിന് ഇഷാറത്തു റബ്ബാനിയ, റബ്ബാനിയ ഇഷാറത്ത് എനിക്ക് കിട്ടിയത് സ്വീകരിച്ചേ പറ്റുമെന്ന്. ഫിൽ യഖലത്തി വൽ മനാം, ഉറക്കത്തിലും കിട്ടിയിട്ടുണ്ട്, ഈ മനാമിലും കിട്ടിയിട്ടുണ്ട്. അല്ല മനാമ് ഈ യഖലത്തിലും കിട്ടിയിട്ടുണ്ട്. ബിഅന്ന ദാലിക ബിദായത്തു ഖൈരിൻ വസബബുൻ ലിഹയാഇൽ ഇൽമി വശരീഅത്തി, ശരീഅത്ത് ഹയാത്താക്കാനും ഇൽമിനെ പ്രചരിപ്പിക്കുവാനും അത് തുടക്കമാണ് എന്നാണ്.
ദീനിനെ തൊട്ട് ഭൂരിപക്ഷം ആളുകളും പിന്തിരിഞ്ഞു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. തഹലീം കൊണ്ട് നിലനിന്നേ പറ്റൂ, അവിടത്തേക്ക് മടങ്ങിയേ പറ്റൂ എന്ന് ആവശ്യം നമ്മളെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മടങ്ങാൻ തീരുമാനിച്ചു. ويقول أيضا فلما رأيت أصنافا من الخلق بلغ بهم الضعف في الإيمان إلى هذا الحد. പടപ്പുകളുടെ കൂട്ടത്തിൽപ്പെട്ട കുറേ ആളുകൾ ഈമാന്റെ വിഷയത്തിൽ വളരെയധികം ലൈഫായിട്ടുണ്ട് എന്ന്. ഇൻകദഹഫി നഫ്സി, അപ്പം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് അന്നദാലിക മുതഅയ്യിനുൻ അലയ്യ ഫീ ഹാദൽ വഖ്ത്, ഈ വഖത്തിൽ ഇതെൻ്റെ മേൽ കടമപ്പെട്ട സംഗതിയാകുന്നു. വമുതഹത്തിമുൻ, അത് നിർബന്ധമായ കാര്യമാകുന്നു. വഖുൽതു ഫീ നഫ്സി, അവൻ എൻ്റെ നഫ്സിൽ ഞാൻ പറഞ്ഞു, മാതാ തോന്നിക്കൽ ഖൽവത്തു വൽ ഉസ്ല, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഖൽവത്തും ഉസ്ലത്തും എന്താണ് നേടിത്തരിക. വഖദ് അമ്മൽ നിദാ വഅമ്മദ്ദാഉ, രോഗം ഇവിടെ പരന്നു കിടക്കുന്നു. വമരിദൽ അത്തിബ്ബാ, ഡോക്ടർമാർക്ക് തന്നെ രോഗം പിടിച്ചിട്ടുണ്ട്. വഅശ്റഫൽ ഖൽഖ് അലൽ ഹലാക്ക്, പടപ്പുകൾ മരണത്തിന്റെ വക്കത്തെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഖൽവത്തിൽ നിന്ന് എന്താ നേടുക എൻ്റെ മനസ്സിൽ തോന്നി വന്നു. അങ്ങനെ തൂസിലേക്ക് എത്തിയത്. വേഗം മനസ്സിലാകുന്നുണ്ട്. وقد استمر الإمام الغزالي رحمه الله على التدريس في نظامية نيسابور قرابة سنة. ഏകദേശം ഒരു കൊല്ലം അവിടെ ദർശിച്ചെടുത്തു. അപ്പം എത്രയായി? 500. ഇനി കുറച്ചേ ഉള്ളൂ, 5 കൊല്ലം. ثم ترك التدريس بنيسابور, പിന്നെ നൈസാബൂരിനെ ദർസും മാറ്റി. وعاد إلى بلده, തൂസിലേക്ക് മടങ്ങി. വാൽഖാ ബിഹാ അശദ്ദ ഇസ്താർ, തസ്യാർ എന്ന് പറഞ്ഞ സഞ്ചാരത്തിന്റെ വടി ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ചു. വത്തഖദ ബിജിവാരി മൻസിലിഹി മദ്രസത്തൽ ലിതലബത്തിൽ ഇൽമി, ഇൽമ് തേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു മദ്രസ ശേഖരിച്ചു. അവിടെ വീട്ടിന്റെ അടുത്ത് തന്നെ മൻസിലി, ബിജിവാരി മൻസിലി പുറക്ക്. വാക്കബലന്നാസു അലല്ലഹ്ദിയന്നൂന്, മുപ്പറമക്കൾ നിന്ന് ഇൽമ പഠിക്കുന്ന വിഷയത്തിൽ ജനങ്ങളിതാ മുന്നോട്ട് വരുന്നു. കമാകാനു മിൻ ഖബ്ലു, മുമ്പ് കഴിഞ്ഞു പോയ അതേ കോലത്തിൽ. അവരുടെക്കിലേക്ക് ഹാജരാകുന്നവർക്ക് വഖത്ത് എന്താക്കി വരി വെച്ച്, ഇത്ര ടൈം മുതൽ ഇത്ര വരെ ഇന്നത് 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 ഒരു ടൈം ടേബിൾ. മീൻ തദ്രീസിൻ ഫീ സത്തൽ ഫുനൂനിൽ ഇൽമിയ്യ, ഇൽമിയായ വിവിധങ്ങളായ വിഷയങ്ങൾ പഠിപ്പിക്കുക. വതിലാവത്തിൽ ലിൽ ഖുർആൻ, ഖുർആനാകാൻ വേണ്ടി ഇത്ര സമയം. ഇലാ ഗൈരി ദാലിക മിനൽ അഅമാലിൽ ജലീല, വളരെ മേഖലമായ അമാലിലേക്ക് ഒരുമിച്ചു. എത്ര ബിഹൈസു ലാ തഖ്ലു ലഹ്ലത്തുൻ മിൻ ലഹ്ലാത്തി, ഒരു ലഹ്ല പോലും പാഴാവാത്ത രീതിയിൽ. ഹുവ വമൻ ഹൗലഹു, അവരും അവരോട് ചുറ്റിപ്പറ്റി കൊടുന്നവരും. അനി തഹ്സീലി വൽ ഫായിദത്തി വൽ ഇസ്തിയാദി മിനൽ ഇൽമി വൽ മാൽ, ഇൽമിനാലും മാരിഫത്തിനാലും ഏറലി, ഫായിദകൾ കിട്ടൽ, ഇൽമ കരസ്ഥമാക്കൽ എന്നതൊഴികെയുള്ള വിഷയങ്ങളിൽ ഒരു ലഹ്ല പോലും പാഴാവാത്ത രീതിയിലാണ് ക്രമീകരിച്ചത്. ومع ما كان الإمام الغزالي رضي الله عنه يقوم به من نشر العلم, കണ്ടോ ഇൽമിനെ പ്രചരിപ്പിക്കുന്ന പറഞ്ഞില്ലേ. കാന അയ്ളൻ യഖൂമ ബിഅബാഇ ദഅവ, ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന വലിയ ഭാരവും ഏറ്റെടുത്തു. വൈവാജിഹു, ദീർഘം പോലെ അല്ല ജനങ്ങളെ ക്ഷണിക്കലി. വൈവാജിഹു വലാത്തൽ അംദി, അതുപോലെ വാലികളുണ്ടല്ലോ രാജാക്കന്മാർ, അവരോട് നേരിട്ട് തന്നെ സംസാരിക്കും. വളരെ ഞെട്ടിക്കുണ്ടെങ്കിൽ ഞെട്ടിക്കും. ഹുക്കാമുകളെയും ബിൽ മൗഇലത്തി വൻ നസീഹ, വാദ് കൊണ്ടും നസീഹത്ത് കൊണ്ടും. വയുൻകിറു അലൈഹിം, അവരുടെ ചീത്തയായ പ്രവർത്തനങ്ങൾ ഇൻകാറാക്കും. വയക്തുബു ഇലൈഹിം ബിദാലിക, അതുകൊണ്ട് കത്തെഴുതും. വയർദഉഹും അനിൽ ദുൽമി മുഖാലഫത്തി ശറഇ ശരീഫ്, ശറഇന്റെ വിരുദ്ധമായി പ്രവർത്തിക്കലിനെ തൊട്ടിട്ട് അവർ ദുൽമിനെ തൊട്ടും പിന്തിരിപ്പിക്കും. വഖദ് ആശൽ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു അസ്നാഅ حكم السلاجقة الأتراك الذين حكموا أكثر مناطق العالم الإسلامي في القرن الخامس الهجري، وكانوا سنيين ويعظمون العلم والعلماء ويتقبلون نصيحتهم وتوجيههم ومن عنايتهم بالعلم والإجلال. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു സലാജിഖത്ത് എന്ന് പറഞ്ഞ അത്രാക്ക്, അവരെ അതാ അതെ അവരുടെ ഭരണം വന്നു.
മനാത്തിക്കിൽ ആലം ഇസ്ലാമിൻ്റെ മിക്ക ഭരണങ്ങളെയും അവർ പിടിച്ചടക്കിയിട്ടുണ്ട്. എപ്പോൾ 5-ാം നൂറ്റാണ്ടിൽ അക്കാലത്താണ്. അവർ സുന്നികളായിരുന്നു. ഇൽമിനെയും ഉലമാക്കളെയും ആദരിക്കുന്നവരാണ്. അവർ ചെയ്ത നസീഹത്തിനെ അവർ സ്വീകരിക്കും. അവർ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ അവർ പാലിക്കും. അതുപോലെ ഇനായാതിഹിം ബിൽ ഇൽമി വഇജ്ലാലിഹിം ലിൽ ഇമാമിൽ ഗസാലി, ഇമാം ഗസാലി തങ്ങളോട് വലിയ ബഹുമാനവും വലിയ പിടുത്തമാണ്. അന്നഹും ഹാവലു ബഅദ ഔദതി ഇലാ തൂസ് അൻ യഖ്നഉഹു ബിൽ ഔദതി ഇല തദ്രീസ് ഫി നിസാമിയത്തി ബഗ്ദാദ്. പക്ഷെ അവരെ നിർബന്ധിക്കുന്നത് ഇനി ബഗ്ദാദിലേക്ക് വരണമെന്നാണ്. ബഗ്ദാദിൽ നിന്ന് മാറിയിട്ടല്ലേ ഇതല്ല, എന്നിട്ട് ഇങ്ങോട്ട് വന്നല്ലോ. എന്നിട്ട് അവർ ഭരണകൂടം നിർബന്ധിക്കുന്നു ഇനി 2ാമത്തെ വരവിടത്തേക്ക് ബഗ്ദാദ്. പക്ഷേ വാഴ്ത്തല്ലതാ മൂപ്പർ എതിര് ബോധിപ്പിച്ചു ഇനി സാധിക്കൂല. വൽ മദ്രസത്തു നിസാമിയത്തി ബി ബഗ്ദാദ്, ബഗ്ദാദിലുള്ള നിസാമിയ മദ്രസത്താണ്. തുഅദ്ദു ബി മസാബത്തി ജാമിഅത്തിൻ, ഒരു ജാമിയാണ്, ഒരു യൂണിവേഴ്സിറ്റിയാണ്. ബനാഹൽ വസീർ നിസാമുൽ മുൽക്കി സൽജൂഖി, അതാണ് നേരത്തെ സൽജൂഖി എൻ്റെ നിസാമുൽ മുൽക്ക്, മറ്റേത് മകനല്ലേ പറഞ്ഞത്. ലിതകൂന ഫീ ദാരിൽ ഖിലാഫത്തി മസ്ദറ ഇശ്ആഇൽ ലിൽ ഇൽമി വൽ മആരിഫ്, ഇൽമിൻ്റെയും മാരിഫത്തിൻ്റെയും പ്രകാശം പരത്തുന്ന ഒരു കേന്ദ്രമാക്കി മാറണം എൻ്റെ നാട്ടിലെ എന്നാണ് മൂപ്പർ കരുതിയത്. വമംബഅൻ ലിൽ ഫളി വമഅവൽ ലിൽ അയിമ്മത്തി വൽ ഉലമാ വമഖ്തദൻ ലിതുല്ലാബിൽ ഇൽം, ഇൽമിനെ തേടുന്ന വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ അയിമ്മത്തിന് ഉലമാക്കൾക്കെല്ലാം ഒരു കേന്ദ്രമാവണം എന്നുള്ള നിലക്കാണ് ആര് സൽജൂക്കി സ്ഥാപിച്ചത്. അവിടത്തേക്ക് വിളിച്ചപ്പം പിന്നെ 2ാമത് പോയില്ല. ഇമാമിനെ ബുദ്ധിമുട്ടാക്കിയ കുറേ അസൂയക്കാരുണ്ട്, അവരെ പറ്റി ഒന്ന് കണക്കയക്കാൻ ഇൻഷാ അല്ലാഹ് അത് 2ാമത്തെ ക്ലാസ്സിലാക്കാം.